ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നോ? ആരെങ്കിലും ഇപ്പോ ഫാത്തിമ റന സർ, എന്താണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്? യൂണിറ്റ് 7 ബേസിക് യൂണിറ്റ്സ്. ഈ എക്സാ എന്ന് വെച്ചാൽ എന്താ? എക്സ പഠിച്ചായിരുന്നോ നമ്മളത്? എന്താ എക്സ്? 18. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ പറഞ്ഞു? കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എടുത്തായിരുന്നോ? ലാസ്റ്റ് ഹെഡിങ് എന്തോ നമ്മൾ എഴുതിയത്? ഓക്കെ ശരി, ഒന്ന് കേട്ടായിരിക്കുന്നു. ലാസ്റ്റ് നമ്മള് പ്രിഫിക്സുകളും അബ്രിവേഷൻസ് ആൻഡ് പവർ ഓഫ് 10 അല്ലെങ്കിൽ പ്രിഫിക്സുകളും മാത്രമല്ല ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു. MKS സിസ്റ്റം, FPS സിസ്റ്റം, CGS സിസ്റ്റം, അതുപോലെ 7 ഫണ്ടമെന്റൽ, അതായത് SI സിസ്റ്റത്തിന്റെ ആദ്യത്തെ 7 പേര്, പിന്നീടുള്ള 2 പേര്, പിന്നെ SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെ അല്ലെ? അത് കഴിഞ്ഞ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നമ്മളൊരു SI യൂണിറ്റുകൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസുകൾ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മൾ അബ്രിവേഷൻസുകളുടെ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു തന്നു. അതായത് 10⁻1 ഡെക്ക എന്നും, 10⁻2 ഹെക്ടോ എന്നും, 10⁻3 കിലോ എന്നും മുതൽ 10⁸ എക്സായും അതിന്റെ മൈനസ് പവർ വരുന്നത് അറ്റോ വരെ 10⁻⁸ വരെയുള്ളത് നമ്മൾ പറയുകയും അതിന് 2-3 എക്സാമ്പിളുകൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. ആണോ ആരതി? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ 3 പേരെ എടുത്ത് പറയാൻ പാടും. ഒന്നാമത്തെ ആള് ലെങ്ത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ലെങ്ത്. രണ്ടാമത്തെ ടോപ്പിക് ആരാന്ന് ചോദിച്ചാൽ മാസ്. മൂന്നാമത്തെ ടോപ്പിക് ആരാന്ന് ചോദിച്ചാൽ ടൈം. അപ്പൊ ഇവരെ 3 പേരെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലെങ്ത്, മാസ്, ടൈം 7 ഫണ്ടമെന്റൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ CGS സിസ്റ്റത്തില് CGS 7 ഫണ്ടമെന്റൽ സിസ്റ്റമായ SI യൂണിറ്റ് ലെങ്ത്, മാസ്, ടൈം കൂടാതെ ബാക്കി കറണ്ട്, അങ്ങനെയുള്ള ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൾക്കാരെല്ലാം ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും ഇവരെ 3 പേരെയും എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഇവര് 3 പേരുമായിരിക്കും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ ആണോടോ? ഹലോ, ക്ലിയർ ആണോ? ശരി, നമ്മൾ അടുത്തൊരു ഹെഡിങ് എഴുതാം, സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഹെഡിങ് എഴുതിയത്, സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്. നമ്മളത് എടുത്തായിരുന്നോ? ഫെർമി, ആങ്സ്ട്രം എന്താ, നാനോമീറ്റർ, മൈക്രോൺ, ലൈറ്റ് ഇയർ, പാർസെക്ക്, ഇതൊക്കെ എടുത്തായിരുന്നോ? ഓക്കെ ശരി. ഓക്കെ സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സിൽ സബ് ഹെഡിങ് ആയിട്ട് എഴുതണം, പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിവുള്ള സ്മാൾ ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാ? നിങ്ങൾക്ക് പരിചയമുള്ള ലെങ്തിന് വെച്ച് മെഷർ ചെയ്യുന്ന സ്മാൾ ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാ? ആർക്കെങ്കിലും പറയാവോ?
വാട്ട് ആർ ദ മില്ലിമീറ്റർ? പിന്നെ അറിയാത്ത വേർഡ് മീനിങ് ചോദിക്കണേ. കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതിന്റെയെങ്കിലും മലയാള മീനിങ്സ് അങ്ങനെ അറിയാത്തതുണ്ടെങ്കിൽ, ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. ഓക്കെ. അപ്പൊ പ്രാക്ടിക്കൽ യൂണിറ്റ് 4. ഇവിടെ പ്രാക്ടിക്കൽ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മള് തിയറിറ്റിക്കലായാലും അല്ലാത്ത രീതിയിലൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ യൂണിറ്റുകളാണ് നമ്മളുടെ. അപ്പോൾ കുറച്ചൊരു മെസ്സേജ് അയക്കുന്നു. മൈക്രോമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ടെന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇത് നാനോമീറ്റർ ഒക്കെ അതിൽ വരും. നാനോമീറ്റർ വരും, മൈക്രോമീറ്റർ വരും. ഓക്കെ, മെസ്സേജ് ഇട്ടിരിക്കുന്ന കുട്ടികൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഓരോന്നോരോന്നും നമുക്ക് പഠിക്കാം. പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നതും അതിലെ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ച് വെച്ചാൽ ഫെർമി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്. കേട്ടിട്ടുണ്ടോ ഫെർമി? നമ്മള് ഫെർമി എന്ന് പറയുന്നതിന് വേറെ എന്തെങ്കിലും നമ്മൾക്ക് ഓർമ്മയുണ്ടോ? ഫെർമി എന്നൊരു ആളെ കേട്ടിട്ടുണ്ടോ? ഒന്നാമത് നോ. നമ്മൾ പ്രിഫിക്സിനകത്ത് ഫെർമി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ് കണ്ടിട്ടുണ്ടോ? എഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്? നമ്മൾ പ്രിഫിക്സ് എഴുതിയപ്പം ഫെർമിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യം ഫെർമി. യെസ്, ഫെറയോ? ഫെറ എന്നൊരു സാധനം ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. യെസ്, ഫെംറ്റോ. അതാണ് അതെ, ഫെംറ്റോ. അപ്പൊ നോട്ട് എഴുതണം. നിങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുതിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കാതെ പതുക്കെ ഇതൊക്കെ വൃത്തിയായിട്ട് ലെക്ചർ നോട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നോട്ട് ഫോം ചെയ്ത് പോകണം. നമ്മൾ പിന്നീട് വീണ്ടും വല്ലയിടത്തു നിന്നൊക്കെ തപ്പിപ്പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് ഇത് ഫോം ചെയ്ത് തന്നെ പോണേ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫെർമി എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. ആദ്യം ഫെർമി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നറിയണം. യൂസ്. ഫെർമി എന്ന് പറയുന്ന ലെങ്തിന്റെ യൂണിറ്റ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. ഇറ്റ് ഈസ് ദ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചാൽ യൂസ്ഡ് ഫോർ മെഷറിംഗ്. അറിയോ ആർക്കെങ്കിലും? യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. നമ്മുടെ ന്യൂക്ലിയർ സൈസുകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫെർമി എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഫെർമി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. നമ്മുടെ ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ സൈസ് ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ ചെറുതല്ലേ? ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ല അറ്റോമിക് പാർട്ടിക്കിൾ. അറ്റോമിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. സോ അതിന്റെ ന്യൂക്ലിയറിന്റെ സൈസുകൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അളവിനെയാണ് ഫെർമി എന്ന് ചോദിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിന്റെ യൂസ് അല്ല ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. 1 ഫെർമി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ഫെർമി ഈസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ എന്നായിരിക്കും. ആരായിരുന്നു ഉത്തരം പറയുന്നേ? ഈ ഫെർമി ഈസ് ആൾസോ കാൾഡ് ഫെംറ്റോ. ഫെർമി ഈസ് ആൾസോ കാൾഡ് ഫെംറ്റോ എന്നൊരു ക്ലൂ ഞാൻ തരാം. അപ്പോൾ 1 ഫെർമി എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആയിരിക്കും ആൻസർ? മൈക്കോൺചിത് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. 1 ഫെർമി എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? അലീന പി കെ. എന്താണ് 1 ഫെർമി എത്ര മീറ്ററാ? 10 raised to minus 15. യെസ്, 10 raised to minus 15 മീറ്റർ. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഒരു ഫെർമിയെ 1F എന്ന് വിളിക്കാം. ഒരു ഫെർമിയെ 1F എന്ന് വിളിക്കാം. അല്ലെങ്കിൽ 1 ഫെംറ്റോമീറ്റർ എന്നുള്ളത് കൊണ്ട് 1FM എന്ന് വേണമെങ്കിലും ഇടാം. 1 ഫെർമി എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ എന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. അത് 10 raised to minus 50 മീറ്റർ ആണ്. ഇപ്പൊ ഫെർമിയെ കുറിച്ചൊന്ന് കേൾക്കുക. ഫെർമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ ലെങ്ത് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചാൽ യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. നമ്മുടെ ന്യൂക്ലിയർ സൈസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഫെർമി എന്നറിയപ്പെടുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്.
എക്സാമിന് ചോദിക്കും ഒരു ഫെർമി ഈസിക്കൽ ടു എത്ര മീറ്റർ ആണ്? ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻50 മീറ്റർ ആണ്. Is it ആരായി 10⁻⁻18 ഇട്ടേക്കുന്നേ? ആരതിയെ 10⁻⁻18 എന്തിന്റെയാണ് അത്? ആരതി ഒരു കാര്യം ചെയ്യണം. ഈ 10⁻⁻ എന്താ ആരതി? ടൈപ്പ് ചെയ്തപ്പോ തെറ്റിപ്പോയതാണ്. അങ്ങനെ തെറ്റരുത് കേട്ടോ. എംപോസിഷൻ വേണോ? വേണ്ട. ഓക്കെ ശരി. ഇനി ഇപ്പൊ ഫെർമി ക്ലിയർ ആണോ? ഫെർമി എല്ലാവർക്കും ക്ലിയർ ആണോ? ഫെർമി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്. ഓക്കെ ശരി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കൂടി പറഞ്ഞു തരുമോ? അതിനെന്താ, നമ്മള് ഈ ഫെർമി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ന്യൂക്ലിയസ് ഞാൻ എടുത്തു. അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ന്യൂക്ലിയസിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലിരിക്കുന്ന ലെങ്ത് ഇതാണ്. അത് നമ്മുടെ സാധാരണ മെഷർമെന്റ് സ്കെയിൽ വെച്ചിട്ടല്ല നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. സോ ഈ മെഷർ ചെയ്തെടുക്കുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത് ഫെർമി എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ ഫെർമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ന്യൂക്ലിയസ് സൈസ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസുകള്, ന്യൂക്ലിയസുകളുടെ സൈസ്, അതിന്റെ റേഡിയസുകള്, അവയെല്ലാം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂ ഏതാന്ന് ചോദിച്ചാൽ അത് ഫെർമിയിലാണ് പറയുന്നത്. നമ്മള് ന്യൂക്ലിയസ് സൈസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രോട്ടോണിന്റെ സൈസ് ഇത്ര ഫെർമിയാണ്, അല്ലെങ്കിൽ ന്യൂട്രോണും പ്രോട്ടോണും ഡിസ്റ്റൻസ് ഇത്ര ഫെർമിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയസ് സൈസ്. കൂടാതെ ഒരു ഫെർമിയെ നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററിന് ഈക്വൽ ആണ്. 10⁻15 മീറ്ററിന് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോകാവോ? യെസ്. ഇനി രണ്ടാമത്തെ ഒരു സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണ്. ലെങ്ത് മെഷർ ചെയ്യുന്ന ഏറ്റവും ചെറിയ മറ്റൊരു അളവാണ് പറയാൻ പോകുന്നത്. ആങ്സ്ട്രം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആങ്സ്ട്രം എന്ന് പറയുന്നത്, ആങ്സ്ട്രം. ഈ ആങ്സ്ട്രം എന്ന് പറയുന്നതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ A എഴുതിയിട്ട് അതിന്റെ മേലിൽ ഒരു വട്ടം, അതിന് സിമ്പിളാണ്. ഫെർമിയെ നമ്മൾ FM എന്ന് വിളിക്കുന്ന പോലെ ആങ്സ്ട്രത്തിനെ നമ്മൾ വിളിക്കുന്നത് A ഇട്ടിട്ട് മേളിൽ ഒരു വട്ടമാണ്. ഈ ആങ്സ്ട്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വേവ് ലെങ്ത്, തരംഗദൈർഘ്യം, ലൈറ്റിന്റെ തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രസ്, അങ്ങനെ എഴുതി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മുടെ ലൈറ്റിന്റെ വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്, ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കൺവേർഷൻ ഒക്കെ ഉപയോഗിക്കാം. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്, ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഒരു എയുടെ മേളി ഇച്ചിരി ഗമയുള്ളത് കൊണ്ട് ഒരു വട്ടം ഇട്ടുകൊടുത്തു, തൊപ്പി ഇട്ടുകൊടുത്തു. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഇത് നമ്മൾ തന്നേക്കുന്ന പ്രിഫിക്സിനകത്ത് ഞാൻ തരാത്തൊരു വാല്യൂ ആണ് ടെന്നിന്റെ മൈനസ് വാല്യൂ. സോ മൈനസ് വാല്യൂ ഒരു ആങ്സ്ട്രം ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അത് ഓർത്ത് വെച്ചേക്കണം. കൂടാതെ സെന്റിമീറ്ററിൽ ചോദിക്കുകയാണെങ്കിൽ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻8 സെന്റിമീറ്ററുമാണ്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ആങ്സ്ട്രം എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ? A എന്ന ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മേളിൽ ഒരു വട്ടം ഇട്ട് കൊടുക്കുക, അതാണ് ആങ്സ്ട്രം. ഇത് കണ്ടാൽ ഇനി ആങ്സ്ട്രം എന്നും FM എന്ന് കണ്ടാൽ അത് ഫെർമി എന്നും ഓർത്തു വെച്ചിരിക്കണം. സോ ആങ്സ്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എന്താണ്?
വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം. ആ വേവ് ലെങ്തിന്റെ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അതിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻8 മീറ്റർ ആണ്. നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്തോ ജിൽന? യെസ്. ഡൗട്ട് ഉണ്ട്? ഞാൻ ഈ മെസ്സേജ് അയക്കുന്നവരുടെ പേരാണ് വിളിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ആരും എന്താ എസ് ഓ നോയോ ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കരുതേ. അടുത്ത മൂന്നാമത്തെ പ്രാക്ടിക്കൽ യൂണിറ്റ്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ യൂണിറ്റ്സുകൾ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ഹെന്ന എന്ന് കുട്ടി ഇട്ടൊരു ടോപ്പിക്കാ. ഫാത്തിമ, അടുത്ത എന്തുമായിരിക്കും ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നേ? ഫാത്തിമ ഹന്നയാണ്. ഞാനെങ്കിൽ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പേരിട്ടിരുന്നു. ഫാത്തിമ ഹെന്ന ഇല്ലയോ? അത് ഉറങ്ങാൻ പോയോ? ഫാത്തിമ ഹെന്ന മില്ലിമീറ്റർ ആണോ ഇട്ടേക്കുന്നത്? അല്ലല്ല, മില്ലിമീറ്റർ ഇട്ടിട്ടുണ്ട്. യെസ്, നാനോമീറ്റർ. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോമീറ്റർ എന്ന് പറയുന്ന ഒരാളാണ്. നാനോ കാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാനോ കാർ, നാനോ കാർ ആരാ? ഏത് കമ്പനിയുടെയാ നാനോ? ടാറ്റ അല്ലേ? എന്തുകൊണ്ട് അതിനെ നാനോ കാർ എന്ന് വിളിക്കാനുള്ള കാരണം? ചെറിയ കാർ ആയതുകൊണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നാനോമീറ്റർ എന്ന് പറയുമ്പം ചെറിയ ഒരാളുടെ അളവ്, അതും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? തൊട്ട് മേളിൽ പഠിച്ച ആളുടെ അതേ സെയിം യൂസ് തന്നെ, ആങ്സ്ട്രം എന്ന് പറയുന്ന ആളുടെ അതേ യൂസ് തന്നെയാണ് നാനോമീറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് for expressing wavelength of light. എന്താ ഈ വേവ് ലെങ്ത് എന്ന് വെച്ചാ? അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? വേവിന്റെ ലെങ്ത്. ഇപ്പൊ നമ്മളൊരു വേവിനെ കുറിച്ച് 9th പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അതിനൊരു ഉയർന്ന പോർഷനും ഉണ്ട്, താഴ്ന്ന പോർഷനും ഉണ്ട്, ഉയർന്ന പോർഷനും ഉണ്ട്, താഴ്ന്ന പോർഷനും ഉണ്ട്. ഈ രൂപത്തിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നത്. ക്രസ്റ്റ് ട്രഫ് എന്ന രൂപത്തിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നത്. ഇതിലെ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലമോ 2 ട്രഫുകൾ തമ്മിലുള്ള അകലമോ, ആ ശൃംഗോ ഗർത്തോ എന്നാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചത്. ക്രസ്റ്റ്, ട്രഫ്, ശൃംഗവും ഗർത്തോ എന്ന് വെച്ചാൽ ആഴം, ട്രഫ് എന്ന് വെച്ചാൽ ആഴം. 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലമോ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള അകലമോ, അല്ലെങ്കിൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഒരു വേവ് എന്ന് പറയുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫൂടെ ചേരുന്നതാണ്. സോ ആ ഒരു ക്രസ്റ്റും ട്രഫുമായിട്ട് വരുന്ന 2 എൻഡുകൾ തമ്മിലുള്ള അകലമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? വേവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആ വേവ് ലെങ്ത്, ഇത് ലൈറ്റിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്രസിംഗ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വേവിന്റെ വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. സോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: ഒരു നാനോമീറ്റർ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ HS ലൈവിലൊക്കെ കയറി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. HS ലൈവ് എന്ന് പറഞ്ഞ സൈറ്റ് അറിയുമോ? HS ലൈവ് +1 +2 പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണത്, HS ലൈവ്. ഈ HS ലൈവ് എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ കയറുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ചാപ്റ്റർ വൈസുകൾ ഉള്ളതും അതുപോലെ അല്ലാത്ത എല്ലാം കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഈ രീതിയിൽ പറയാനുള്ള റീസൺ എന്ന് പറയാം. അപ്പൊ ഈ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് ചോദിച്ചാൽ അതിനെ 1 nm എന്നാണ് വിളിക്കുന്നത്. നാനോമീറ്റർ നമ്മൾ സിമ്പിൾ ആയിട്ട് nm എന്നാണ് വിളിക്കുന്നത്. നാനോമീറ്റർ എന്ന് പറയുന്നത് പറയാവോ എത്ര ആയിരിക്കും എന്ന്? ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആയിരിക്കും? 10⁻⁹ Yes, 10⁻⁹ ആണ്. 10⁻⁹ ഇതാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റിൽ ഒന്നാമത്തെ ആള് ഫെർമി, രണ്ടാമത്തെ ആള് ആങ്സ്ട്രോം, മൂന്നാമത്തെ ആള് നാനോമീറ്റർ, നാലാമത് ഒരാളൂടെ ഉണ്ടോ, മൈക്രോൺ.
ഇത് സാധാരണ കോമണി എല്ലായിടത്തും ഉപയോഗിക്കാറുണ്ട്. ന്യൂക്ലിയർ സൈസുകൾ മാത്രമല്ല, ഇതും യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് തന്നെയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. 1 മൈക്രോൺ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1 മൈക്രോൺ. മൈക്രോണിനെ നമ്മൾ ഏത് ലെറ്ററാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാവോ? അതാണ്ട് അതൊന്ന് എഴുതിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ. യു, നമ്മൾ യു എന്ന ലെറ്റർ എഴുതാറുണ്ട്. യു എഴുതാറില്ലേ? യു സാധാരണ യു നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നേ? ഈ യുവിനെ ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ യു പോലെ ഇട്ടിട്ട് 2 വര ഇങ്ങനെ താഴോട്ട് ഇട്ടാൽ മതി. യു പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വര, യു മൈക്രോ. സോ അതിനെയാണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോൺ എന്ന് പറയുന്നതിനെ നമ്മൾ ഈ സിമ്പൽ ഉപയോഗിച്ചാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10⁻⁻6 മീറ്റർ. അപ്പൊ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് കൺവേർഷൻ എല്ലാം വൃത്തിയായിട്ട് വെക്കണം. പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസിൽ ആദ്യം നമ്മൾ പറയുന്നത് ഫെർമിയാണ്. ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. ഓർത്ത് വെക്കുക, ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. ഒരു ഫെർമി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുക, 10⁻⁻50 ആണ്. ഒരു ആങ്സ്ട്രം, ആങ്സ്ട്രത്തിനും നാനോമീറ്ററിനും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലൈറ്റിന്റെ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യത്തിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ അത് ആങ്സ്ട്രം ഉണ്ട്, നാനോമീറ്ററും ഉണ്ട്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻8 സെന്റിമീറ്റർ ആണ്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് എത്ര മക്കളെ? 10⁻⁸ സെന്റിമീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. 10⁻⁹ മീറ്റർ ആണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത്, ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 അല്ല, -6 മീറ്റർ ആണ്. ഈ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ലെങ്തിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ 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 എന്ന് പറഞ്ഞിട്ട് ശരി, അതവിടെ തീർന്നു. ഇനി നമ്മൾ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് പഠിച്ചെങ്കിൽ അടുത്തത് പഠിക്കാൻ പോകുന്നത് ലാർജ് ഡിസ്റ്റൻസിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ ഹെഡിങ് എഴുതിയപ്പം എന്താ എഴുതിയത്? സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റില് ഓപ്ഷൻ എ പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ് എന്നാ എഴുതി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. വലിയ ലെങ്ത് അതിന് യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്. എന്തൊക്കെയാ വലിയ ഡിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വലിയ ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാ? വലിയ ദൂരങ്ങൾ ഏതൊക്കെയാ? മൈൽ, പിന്നെ കേട്ടില്ല. കിലോമീറ്റർ. അതുക്കും മേലെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കിലോമീറ്ററിനേക്കാളും വലിയതുണ്ട്, മീറ്ററിനേക്കാളും വലുതുണ്ട്. അപ്പൊ നമ്മൾ ലെങ്തിന്റെ യൂണിറ്റ് സ്മാൾ എന്ന് പറയുമ്പോൾ നമ്മൾ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, പിന്നെ എങ്ങോട്ടാ പോയെന്ന് പറയാമോ? ആർക്കെങ്കിലും എനി ഐഡിയ? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടില്ല? ഡിസ്റ്റൻസ് ബൈ ടൈം. യെസ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അഥവാ ദൂരം ബൈ സമയം. ഇതിനകത്തൊന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു
Speed into time. യെസ്, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. വേഗത ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് കിട്ടും. സോ അതിൽ ഒന്നാമത്തെ ലാർജ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഞാൻ പറഞ്ഞു തരാൻ പോവാ. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ലൈറ്റ് ഇയർ, LY എന്നാണ് ഷോർട്ട് കട്ട്. ലൈറ്റ് ഇയർ കേട്ടിട്ടുണ്ടോ? യെസ്. എന്നാ അർച്ചന, കുറെ പേര് എസ് ഇട്ടോ. ഞാൻ ഇപ്പൊ ഒരാളെ എസ് കണ്ടോളായിരുന്നു. ലാസ്റ്റ് കണ്ട എസ് നിതയുടെയാണ്. നിത എന്നെ പറഞ്ഞത് ഇതാ. എന്താണ് ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിത ഫെബിൻ പറ. നിത, എന്താണ് ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ? എന്താ മോളെ? ലൈറ്റിന്റെ സ്പീഡ്. ലൈറ്റിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഒരു ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ അതാണ് നമുക്ക് വേണ്ടത്. അത്രയും പറഞ്ഞല്ലോ. മറ്റൊരാൾക്ക് പറയാം. മിൻഹ എന്താ മിൻഹ ലൈറ്റ് ഇയർ? ലൈറ്റിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന് അത് പോകുന്ന സ്പീഡ് അതാണ്. വെയിറ്റ്, നമുക്ക് നോക്കാം. ആരതി, എന്താ ആരതി ലൈറ്റ് ഇയർ എന്ന് വെച്ചാ? സൂര്യന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന ദൂരാണോ? എങ്ങനെ ഒന്നുകൂടെ പറ. സൂര്യന് ലൈറ്റ് ഭൂമിയിലെത്താൻ എടുക്കുന്ന ദൂരാണോ? വളരെ ദൂരയിൽ നിന്ന് ലൈറ്റ് നമ്മുടെ എവിടെ എത്താൻ വേണ്ടിയുള്ളതാ? ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ദൂരം. ഓക്കെ, ശരി. അർച്ചന, അതിന്റെ എന്താ ലൈറ്റ് ഇയർ എന്ന് അറിയുമോ? എന്നാ പറയൂ. പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അളക്കുന്നതിന്. അതിന്റെ കൂടെ ഇപ്പം നമ്മളിപ്പോ അർച്ചനയും ആരതിയും പറഞ്ഞ സെന്റൻസ് ഏകദേശം കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടെ തീർന്നു. 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആരതി? അപ്പൊ അതിന്റെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. പ്രകാശം വാക്വം അഥവാ അന്തരീക്ഷത്തിലൂടെ, നമ്മളിപ്പോ സാധാരണ മേളിൽ സ്പേസിന് മേളിൽ കൂട്ടി പ്രകാശം 1 വർഷം സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ നമുക്ക് ലൈറ്റ് ഇയറിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഇനി പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്, it is the distance traveled by light in 1 year. 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സ്റ്റാറുകൾ, നമ്മുടെ നിയർ ബൈ സ്റ്റാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതൽ ഏറ്റവും കൂടുതൽ സോളാർ സിസ്റ്റത്തിലാണ് ലൈറ്റ് ഇയർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ഏറ്റവും ഭൂമിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും അടുത്തുള്ള സ്റ്റാർ, നിയറസ്റ്റ് സ്റ്റാർ ഏതാ? നമ്മുടെ സോളാർ സിസ്റ്റത്തിന് the nearest star outside the solar system. കേട്ടിട്ടുണ്ടോ? നമ്മുടെ സോളാർ സൗരയൂഥത്തിന് നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വലിയൊരു നക്ഷത്രമുണ്ട്. ആരാന്നറിയാവോ? ആൽഫ സെഞ്ചുറി. ഓർത്ത് വെച്ചേക്കണേ. ആൽഫ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ലൈറ്റ് ഇയറിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാത്ത ഈ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. എന്താ? ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ ഞാൻ ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഡിസ്റ്റൻസിനെ ലൈറ്റ് ഇയറിന് ഞാൻ അങ്ങ് വിളിച്ചു. സോ 1 ലൈറ്റ് ഇയർ എന്ന് ഞാൻ അതിനെ വിളിച്ചു. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ അങ്ങ് മാറ്റണം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് മാറ്റണം.
ഞാൻ തന്നെ വാക്വം ഇൻറ്റു, വാക്വത്തിന്റെ സ്പെല്ലിംഗ് എന്താ? ശൂന്യതയിലുള്ള വേഗത. വാക്വം ഇൻറ്റു 1 ഇയർ എന്ന് മാറ്റണം. ഇതാണ് ലൈറ്റ് ഇയർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. എന്താ ലൈറ്റ് ഇയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ ഡിസ്റ്റൻസ് ഫിസിക്കൽ സ്പീഡിന്റെ ടൈം എന്ന ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ അതിനകത്ത് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഇൻറ്റു 1 ഇയർ എന്നാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഇൻറ്റു 1 ഇയർ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ആർക്കെങ്കിലും അറിയുമോ? പ്രവേഗം. നോ എങ്കിൽ കേട്ടോ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ഒരു ഇയർ എന്ന് പറയുന്നതിനെ നമുക്ക് 365 ദിവസമെന്നോ അല്ലെങ്കിൽ 365 ദിവസമെന്നോ എടുക്കാം. 0.25 എന്ന് നമുക്ക് എടുക്കാം. ഇതാണ് 1 ഇയർ. അപ്പൊ നിങ്ങളൊരു കാര്യമുണ്ടേ, നമുക്ക് എപ്പോഴും ഇയർ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നതിന് ടൈം ആയിട്ടാ. ഈ ഇയർ എന്തിന്റെ യൂണിറ്റാ? ആർക്കെങ്കിലും അറിയുമോ? ഇയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റാ. മന്ത് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റാ. വീക്ക് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റ്. അപ്പൊ നമ്മൾ ടൈമിന്റെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്തിലാണ് എപ്പോഴും എഴുതേണ്ടത്? SI സിസ്റ്റമായ സെക്കൻഡിലോട്ട് നമുക്ക് മാറ്റണം. SI യൂണിറ്റ് ആയ നമുക്ക് എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് നമുക്കിത് മാറ്റണം. സോ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ഇയർ എന്ന് പറയുന്നത് 365 ദിവസമാണ് നമുക്കറിയാം. അതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. ഞാൻ ഈക്വൽ സൈൻ ഇങ്ങോട്ടൊന്ന് ഇടുവാണേ. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. 365 ദിവസത്തെ 24 മണിക്കൂറാക്കുന്നു. 24 മണിക്കൂറിനെ 60 മിനിറ്റ് ആക്കുന്നു. 60 മിനിറ്റ് ആക്കിയിട്ട് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ചെയ്ത രീതി മനസ്സിലായോ? ഒന്നുകൂടെ നോക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸. നമ്മളിവിടെ 365 ദിവസത്തെ എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റണം. സെക്കൻഡ് ആക്കി ധാരാ ഓന്നിട്ടേക്കുന്ന ആരതിയാണോ? ആരതി ക്ലിയർ ആയില്ലയോ? എങ്ങനെ ഒരു നമ്മൾ അറിയത്തില്ലേ, 5 മിനിറ്റിനെ നമ്മള് സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും? 5 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും? 5 × നമ്മള് 60 ചെയ്യും. 6×5 30 അല്ലേ? 300 സെക്കൻഡ് നമ്മൾ ചെയ്യും. അതുപോലെ 24 മണിക്കൂറിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും? 24 × 60 മിനിറ്റ് × 60 സെക്കൻഡ് ചെയ്യും. 24 മണിക്കൂറിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇത് മണിക്കൂറിൽ തന്നു, അതിനെ മിനിറ്റിലോട്ട് മാറ്റും, അതിനെ സെക്കൻഡിലോട്ട് മാറ്റും. 365 ദിവസത്തെ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 360. ക്ലിയർ ആണേ? ഓക്കെ, ശരി. 365 ദിവസത്തെ നമ്മൾ 24 മണിക്കൂറാക്കണം ആദ്യം. 24 മണിക്കൂറാക്കിയിട്ട് അതിനെ 60 മിനിറ്റിലോട്ട് മാറ്റണം. മിനിറ്റിലോട്ട് മാറ്റി അതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. ഇതിനെ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും, ഒരു ലൈറ്റ് ഇയർ അഥവാ ഒരു LY എന്ന് പറയുന്നത് 9.46 × 10⁻50 മീറ്റർ എന്ന് കിട്ടും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാ ഇത്. ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് ഡെഫിനിഷൻ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് 1 ലൈറ്റ് ഇയർ എന്ന്. സോ അതുകൊണ്ട് ഓർത്തു വെക്കണം. ഒരു ലൈറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയ സ്പീഡ് ഇൻറ്റു ടൈം ഉപയോഗിച്ചാണ് നമ്മൾ ലൈറ്റ് ഇയർ കണ്ടെത്തുന്നത്. സോ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഇൻറ്റു 1 ഇയർ എന്നാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിന്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. അത് 3 × 10⁸ ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഇൻറ്റു 365 ദിവസം, 365.25 ഡേയ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റണം, സെക്കൻഡിലോട്ടൊന്ന് മാറ്റണം.
ഇപ്പൊ 3 into 10⁸ into 365 ദിവസത്തെ 24 മണിക്കൂറാക്കി 24 മണിക്കൂറാക്കിയിട്ട് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മിനിറ്റ് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടും. നമുക്ക് ഇവിടെ ആൻസർ എത്ര? 9.46 into 10⁻⁻50 മീറ്റർ എന്ന് കിട്ടും. -50 മീറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? -50 ആണോ 50 ആണോ? അല്ല, +50, സോറി, +50. 10⁻15 മീറ്റർ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ എന്ന് അർച്ചന കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് എങ്ങനെ? യെസ്. പെട്ടെന്ന് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും, ആരതി വിളിച്ചു ചോദിച്ചാൽ ഒരു ലൈറ്റ് ഇയർ ഈക്വൽ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ലൈറ്റ് ഇയർ ഈക്വൽ 9.46 10⁻50 മീറ്റർ എന്ന് പറയുന്ന രീതി വേണം ചാടി എണീക്കാൻ. ഇതൊക്കെ ഒരു ബുക്ക് മറിച്ച് നോക്കാതെ പറയാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിന്റെ ഇത് നോട്ട് ചെയ്തേ, പെട്ടെന്ന് നോട്ട് ചെയ്തേ. നോട്ട് ചെയ്തോ? യെസ്, പെട്ടെന്ന് നോട്ട് ചെയ്യ്, പെട്ടെന്ന് എഴുതിയിട്. എഴുതി എടുക്കാത്തവരുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഒരു പോയിന്റോ ഇട്ടിട്ട് അവിടെ നിങ്ങൾ അവിടെ എഴുതണം. ലൈറ്റ് ഇയർ ഈസ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. ലൈറ്റ് ഇയർ എവിടെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, യൂസ്ഡ് ഇൻ ആസ്ട്രോണമി light year used in astronomy to measure distance of nearby star. Distance of nearby star. അവിടെ എഴുതണം ലൈറ്റ് ഇയർ യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. എന്തിനു വേണ്ടിയാ? ടു മെഷർ ഡിസ്റ്റൻസ് ഓഫ് നിയർ ബൈ സ്റ്റാർ. നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ പ്ലാനറ്റ്സിന്റെ സ്റ്റാർസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ എന്നറിയപ്പെടുന്നത്. ആ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ആ തൊട്ടടുത്തുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 4.3 ലൈറ്റ് ഇയർ ആണ്. നമ്മുടെ എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ എർത്തിൽ നിന്ന് ആരിലേക്കുള്ള ഡിസ്റ്റൻസാ? നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റാർ ആയ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് ചോദിച്ചാൽ അത് 4.3 ലൈറ്റ് ഇയർ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റിനെ AU, ക്യാപിറ്റൽ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ U എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാല് Average distance of sun from the earth. യെസ്, അത് തന്നെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന ആവറേജ് ഡിസ്റ്റൻസ്. ഞാൻ അതിന് മീൻ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 10th 9th പഠിക്കുന്നുണ്ട് അല്ലേ? ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന്
സൂര്യനും ഭൂമിയും തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസ്, അതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സോ യൂസ്ഡ് ഫോർ മെഷറിംഗ്, അതിന്റെ യൂസ് ചോദിച്ചാൽ എഴുതണം. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്. ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യമായിരിക്കണം, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു AU ആണെന്ന് വിളിക്കുന്നത്. അത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1.496 ഇൻറ്റു അല്ലെങ്കിൽ 1.4 വരെ മതി 10⁻11 മീറ്റർ ആണ്. 10⁻11 മീറ്റർ. ഇതാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ക്ലിയർ ആണോ? നമ്മുടെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒന്നുകൂടെ പറയാണ്, ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ എന്നാണ്. സൂര്യനും എർത്തും തമ്മിലുള്ള മീൻ ഡിസ്റ്റൻസിനെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ ടു മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ്. പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 ഇൻറ്റു 10⁻11 മീറ്റർ ആണ്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? യു ക്യാപിറ്റൽ, AU ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ എയും യുവും ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ശരി, ഞാൻ അടുത്ത ഒരു ഹെഡിങ്ങിലോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഹെഡിങ് വായിക്കുമ്പോൾ തോന്നുന്നതെന്ന് നിങ്ങൾ പറയണം. അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. PAR, പാർസെക്. പാർസെക് 2 വേർഡല്ല, ഒറ്റ വേർഡാണ് പാർസെക്. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് പാരലാറ്റിക് സെക്കൻഡ്. PARALLACTIC, പാരലാറ്റിക് സെക്കൻഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തിന്റെ യൂണിറ്റ് ആണ് ഇത്? പാർസെക് എന്ന് പറയുമ്പോൾ എന്തിന്റെ യൂണിറ്റ് ആണ്? ടൈമിന്റെ. അപ്പൊ നമ്മൾ എല്ലാവരും ആൻസർ എഴുതുന്നത് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പാർസെക്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പാർസെക് ഇസ് ദ യൂണിറ്റ് ഓഫ് എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും ഈ സെക്കൻഡ് കണ്ട ഉടനെ എഴുതുന്നത് എന്തിന്റെ യൂണിറ്റ് എന്നാ ഇത് എഴുതുന്നേ? ടൈമിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. നമ്മൾ ടൈമിനെ കുറിച്ചല്ലല്ലോ പഠിക്കുന്നേ, ലെങ്തിന്റെ യൂണിറ്റിനെ കുറിച്ചല്ലേ പഠിക്കുന്നേ. അപ്പൊ ഈ പാർസെക് എന്ന് കേട്ടാല് ടൈമിന്റെ യൂണിറ്റ് അല്ല, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. ആസ്ട്രോണമിയിൽ അഥവാ നമ്മുടെ സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ലെങ്തിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. അപ്പം പാർസെക് ഇസ് ദ, ഓർത്തു വെച്ചേക്ക, പാർസെക് ഇസ് ദ, ഞാൻ എഴുതുക, ഇറ്റ് ഈസ് ദ, അങ്ങനെ എഴുതുക, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് practical unit of, is the largest practical unit of distance used in astronomy. അതുകൊണ്ട് പാർസെക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇത്ര ഇത് പഠിച്ചിട്ട് പോയാലും എല്ലാവരും തെറ്റിക്കും കേട്ടോ. കാരണം ഇത് പഠിച്ചിട്ട് പോയാലും എക്സാമിന് ഇത് കണ്ട ഉടനെ അത് ടൈമിന്റെ യൂണിറ്റ് എന്നാണ് എഴുതി വെക്കുന്നത്. അത് അങ്ങനെ കണ്ടിട്ടുള്ളൂ കുറെ നാൾ കൊണ്ട്. അപ്പം പാർസെക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. അതിനെയാണ് നമ്മൾ പാർസെക് എന്നറിയപ്പെടുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.08 ഇൻറ്റു
10⁻16 മീറ്റർ എന്നാണ്. ഏകദേശം ഇതൊരു 3.26 ലൈറ്റ് ഇയറിന് ഈക്വൽ ആണ്. 3.2 ലൈറ്റ് ഇയറിന് ഈക്വൽ ആണ്. ഏകദേശം 3.26 ലൈറ്റ് ഇയറിന് ഈക്വൽ ആണ്. നിങ്ങൾ നോട്ട് ചെയ്തോ? ഇത് നോട്ട് ചെയ്തോ? ഹലോ, ഞാൻ ഒരു കാര്യം കാണിക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൂടെ ഇതിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അത് എവിടെ പോലും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഇതാണ്ടേ 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഓപ്ഷൻ എ ടൈം, ഓപ്ഷൻ ബി ലെങ്ത്, ഓപ്ഷൻ സി ഇയർ, ഓപ്ഷൻ ഡി വെലോസിറ്റി. എന്താണ് ആൻസർ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ടു മെഷർ ഡിസ്റ്റൻസ് we use different units. Which of the following is the largest unit of length? Kilometer, astronomical unit, light year, parsec. ആരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ലെങ്ത്തിന്റെ യൂണിറ്റ്? പാർസെക് ആണ്. പാർസെക്. എന്താണ് വീണ്ടും റിപ്പീറ്റ് 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്ക്. 1 light year is equal to dash meter. ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. 1 light year is equal to dash meter. എത്രയാണ്? 9.46 into 10⁻50 meter. ഓക്കെ ആണോ? ഇതാണ്ട് നോക്കൊരു ക്വസ്റ്റ്യൻ നോക്ക്. 1 micron is equal to dash meter. 10⁻⁻6 മീറ്റർ. കണ്ടോ എങ്ങനെയാ ഇത് എക്സാമിന് ചോദിക്കുന്ന രീതി എങ്ങനെയാന്ന് കണ്ടോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു ടേം നിങ്ങൾ ബോക്സിൽ ഇടുക. 1 പാർസെക് ഏറ്റവും വലുത്, അതിൽ ചെറുത് നമ്മുടെ ലൈറ്റ് ഇയർ LY, ഏറ്റവും ചെറുത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഈ ഒരു ടിപ്പ് ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു ടിപ്പ്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്ന് ചോദിച്ചാൽ എന്തെഴുതും? അത് ഈ നിയറസ്റ്റ് ഇപ്പൊ 2019 അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അത്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്താണ്? പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്തെന്ന് ചോദിച്ചാൽ എന്തെഴുതും നിങ്ങള്? ടൈം അല്ലേ? അപ്പൊ ഇനി തിരിഞ്ഞു പോരുത്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം അല്ല, ലെങ്ത് ആണ്. ഓക്കെ, നോട്ട് ചെയ്തോ? അടുത്തിലോട്ട് പോകാവോ? അടുത്തിലോട്ട് പോട്ടെ? യെസ്. ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് മാസ്. അത് വളരെ സിമ്പിൾ ആണ്. പ്രാക്ടിക്കൽ, അത് ഡെഫിനിഷൻ ഒന്നുമില്ല, കൺവേർഷൻ മാത്രം പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് used for measuring large mass.
Practical units used for measuring large mass. നിങ്ങൾക്ക് അറിയാവുന്നതാണ് മാസ് മെഷർ ചെയ്യുന്ന ലാർജസ്റ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാ? കിൻഡൽ, കിൻഡൽ, ടൺ, കിൻഡല് തൊട്ട് മേളി എന്തെങ്കിലും ഉണ്ടോ? ആ കിൻഡല്, പിന്നെ ടൺ, ടണ്ണുണ്ട്, പിന്നെ ടണ്ണുണ്ട്, പിന്നെ യെസ്, അത്രയെങ്കിലും അറിയാലോ. വളരെ ചിലടത്ത് ചിലരുടെ കുട്ടികളടുത്ത് ചോദിച്ചാ അതുപോലും അറിയാത്തവരുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെങ്കിലും പറയുന്നുള്ളൂ. എല്ലാരും കിലോഗ്രാമും മില്ലിഗ്രാമും ഇതൊക്കെ പറയുന്നുള്ളിടത്തുള്ള നിങ്ങൾ ടൺ വരെ പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് ഒരെണ്ണം പഠിക്കേണ്ടത്, ഫസ്റ്റ് പഠിക്കേണ്ടത് 1 ടൺ, TONNE ആണ് 1 ടൺ. ഈ 1 ടണ്ണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 1 മെട്രിക് ടൺ എന്ന് പറയും. ഓർത്തു വെച്ചേക്കണം, 1 മെട്രിക് ടൺ. 1 മെട്രിക് ടൺ എത്ര കിലോഗ്രാമാ? 1 ടൺ എന്ന് വെച്ചാല് 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം. 1000 കിലോ. 1 ടൺ എന്ന് പറഞ്ഞാൽ അത്, കാരണം ഇത് വെച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ, കൺവേർഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ഇനി രണ്ടാമത്തതാണ് 1 ക്വിന്റൽ. 100 കിലോ. യെസ്, 100 കിലോഗ്രാം. 100 കിലോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് 1 ക്വിന്റൽ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ലഗ് എന്ന് കേട്ടിട്ടുണ്ടോ? മാസിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് സ്ലഗ്. കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്ലഗ്, SLUG, സ്ലഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല. യെസ്, ഇത് മാസിന്റെ യൂണിറ്റ് ആണ് സ്ലഗ്. SLUG, സ്ലഗ്. സ്ലഗ് എന്ന് പറയുന്നത്, ഒരു സ്ലഗ് എന്ന് പറയുന്നത് 14.57 കിലോഗ്രാം ആണ്. ശരിയോ? അടുത്തത് സ്ലഗ്. സ്ലഗ് കഴിഞ്ഞെടുത്ത് അടുത്തത് 1 പൗണ്ട്. 1 പൗണ്ട് അറിയാവോ? 1 പൗണ്ട് എന്ന് പറയുന്നത്, 1 പൗണ്ടിനെയാണ് നമ്മൾ 1 LB എന്ന് വിളിക്കുന്നത്. അറിയാവോ? 1 LB, 1 പൗണ്ട് ഈസ് ഇക്വൽ ടു 1 LB എന്നാണ് പറയുന്നത്. അത് 0.4536 കിലോഗ്രാമിന് ഈക്വൽ ആണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ 1 LBF എന്നൊക്കെ ആയിരിക്കും ചിലയിടത്ത് കാണുന്നത്. 1 LBF എന്നൊക്കെ ചിലയിടത്ത് കാണാറുണ്ട്. അത് 1 LBF ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. കോമൺലി നമ്മൾ 1 LBF എന്ന് വിളിച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഞാൻ അടുത്ത് തരാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്, ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. ഞാൻ അതിന്റെ ഷോർട്ട് കട്ട് എഴുതാം. ആർക്കെങ്കിലും അത് അറിയാവോ എന്ന് നോക്കാം. ഇതിന് ഉത്തരം പറയുന്ന ആൾക്കാർ ആരാണോ അതിനെ നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്നതിന്റെ അന്നൊരു മുട്ടായി തരുന്നതായിരിക്കും. CSL. CSL ആർക്കെങ്കിലും അറിയാം? നെറ്റിലും നോക്കിയിട്ടൊന്നും പറയാൻ നിൽക്കല്ലേ, ഞാൻ തന്നെ പറയാം. ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? ചന്ദ്രശേഖർ ലിമിറ്റ്.
ആരുടെയൊക്കെയോ വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നോക്കാം, ഇതിനെ നമ്മള് ചന്ദ്രശേഖർ. ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്, അറിയാവോ? അദ്ദേഹം കണ്ടെത്തിയ ഒരു ലിമിറ്റ്, ഒരു വാല്യൂ. ചന്ദ്രശേഖർ ലിമിറ്റ് അഥവാ 1 CSL എന്ന് പറയുന്നത് 1.4 ടൈംസ് ദ മാസ് ഓഫ് ദ സൺ എന്നാണ്. ഒരു മൈക്ക് ഓൺ ചെയ്തിട്ടുള്ള ആളൊന്ന് ഓഫ് ചെയ്യണേ. 1.4 ടൈംസ് ദ മാസ് ഓഫ് ദ സണ്ണിന് ഈക്വൽ ആണ്. ഇതാണ് 1 ചന്ദ്രശേഖർ ലിമിറ്റ്. ഇതിനകത്തുനിന്ന് ഓർത്തു വെച്ചേക്കണം, ഈ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേകത പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് എന്നറിയപ്പെടുന്നത് CSL ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The largest practical unit of mass എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖർ ലിമിറ്റ് ആണ്. ഇതെല്ലാം പഠിച്ച ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷനിൽ ഇതിനകത്തുനിന്നായിരിക്കും കൂടുതലും വരുന്നത്. സോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? ആൻസർ എഴുതാൻ കഴിയും. അപ്പം ചന്ദ്രശേഖർ ലിമിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖർ ലിമിറ്റ് ആണ്. ചന്ദ്രശേഖര ലിമിറ്റ് ആണ് 1 CL. അതെന്ന് പറയുന്നത് 1.4 ടൈംസ് മാസ് ഓഫ് ദ സൺ. സണ്ണിന്റെ മാസിന്റെ 1.4 ഇൻറ്റു മാസ് ഓഫ് ദ സൺ. മാസ് ഓഫ് ദ സൺ എത്രയാണെന്ന് അറിയോ ആർക്കെങ്കിലും? മാസ് ഓഫ് ദ സൺ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും മാസ് ഓഫ് ദ സൺ എന്നറിയാവോ? ഏകദേശം 10⁻30. 10⁻30ക്ക് തൊട്ട് മുന്നേ ഒരു വാല്യൂ ഉണ്ട്, അതറിയോ? ഏകദേശം 1.9 എനിക്ക് തോന്നുന്നു. ഈ സാധനം എടുത്ത് വന്നപ്പോ 1.989 ഇൻറ്റു 10⁻30 കിലോഗ്രാം എന്നാണ്. ഇത്രയുമാണ് നമ്മുടെ സണ്ണിന്റെ മാസം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ 1.4 ടൈംസ്, ദാറ്റ് ഈസ് 1.4 ഇൻറ്റു ഇത്രയും ടൈംസ് മാസിനെയാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് വേണം ആവശ്യം ആർക്കെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ബഹളം വെക്കാതെ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്യപ്പെട്ട ഒന്ന് നോട്ട് ചെയ്തേ. 1 ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് ഇക്വൽ ടു 1.4 ഇൻറ്റു 1.98 ഇൻറ്റു 10⁻30 കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിന്റെ മാസാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അധികമായിട്ട് കുറച്ച് വിവരങ്ങൾ തരുന്നെന്നും പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനെങ്കിൽ ഈ നീറ്റ് JEE ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒരു നോട്ട് ചെയ്തോളൂ. റേഡിയസ് ഓഫ് ദ സൺ, നമ്മുടെ സണ്ണിന്റെ പറഞ്ഞോളൂ. മക്കളെ ജസ്റ്റ് മൈക്ക് ഓഫ് ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കൂ. റേഡിയസ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് ഏകദേശം, അത് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മുടെ റേഡിയസ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് ദ സൺ ഏകദേശം ഇത്രയാണ്, 696,340 കിലോമീറ്റർ ആണ്. നമ്മുടെ സണ്ണിന്റെ ആണേ പറയുന്നത്, സണ്ണിനെ കുറിച്ചാ പറയുന്നത്. റേഡിയസ് ഓഫ് ദ സൺ. സണ്ണിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, 1.41 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് പറയുന്നത്. നമ്മളത് SI കൺവേർട്ട് ചെയ്ത് മാറ്റാം. അതിന്റെ അപ്രോക്സിമേറ്റ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതിന്റെ ഉപരിതലത്തിലുള്ള ചൂടെന്ന് പറയുന്നത് ഏകദേശം 5778 കെൽവിനാണ്. 5778 കെൽവിനാണ്.
അതിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് 274 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ സൂര്യനിലെ ഗ്രാവിറ്റിയുടെ വാല്യൂ 274 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മാസ് ആൾറെഡി പറഞ്ഞു. ഇനി ഒരു കാര്യം, ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഡിസ്റ്റൻസ് ടു എർത്ത്, സൂര്യനിൽ നിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1.496 മില്യൺ കിലോമീറ്റർ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം നോട്ട് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞു തന്ന സൂര്യൻ എന്ന് പറയുന്ന ചേട്ടനെ കുറിച്ചുള്ള നമുക്ക് വേണ്ട അറിവുകൾ. ഇതെന്താ ഇങ്ങനെ കൈപ്പ് സ്ക്വയർ വരച്ചപ്പോ ഇങ്ങനെ. ഇൻട്രസ്റ്റ് ഉള്ളവർ നോട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. നമുക്ക് ഇവിടം വരെ മതി. ഏതാ? ചന്ദ്രശേഖർ ലിമിറ്റ് വരെ ഉള്ളത് മതി. ഞാൻ ഇത് സണ്ണിനെ കുറിച്ചൊന്ന് എക്സ്ട്രാ ഒന്ന് പറഞ്ഞു തന്നു, കാരണം ഇവിടെ ഡെൻസിറ്റിയെ കൺവേർട്ട് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അടുത്തതിലോട്ട് പോവുകയാണേ. നോട്ട് ചെയ്തോ? ശരി. സോ നെക്സ്റ്റ് ടോപ്പിക്ക്, അതും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ ലാർജ് യൂണിറ്റ് ഫോർ മെഷറിംഗ് മാസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റ് എന്നാണ്. പ്രാക്ടിക്കൽ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. പ്രാക്ടിക്കൽ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി സ്മാൾ മാസ്. Practical units for measuring very small mass. മാസിന്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാ? നമുക്ക് മില്ലിമീറ്റർ അറിയാം, അല്ല മില്ലിഗ്രാം അറിയാം, ഗ്രാം അറിയാം, ഇതെല്ലാം ചെറുതാണ്. പക്ഷെ കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ്, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ്, AMU എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ 1/12 മാസ് ഓഫ് 1 C12 കാർബൺ ആറ്റം. ഒരു C12 കാർബൺ ആറ്റത്തിന്റെ 1/12 മാസിനെയാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് എടുക്കുന്നത്. നമ്മൾ പ്ലസ് ടുവിൽ വരുമ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഓർത്ത് വെക്കുക? 1/12 മാസ് ഓഫ് 1 C12 കാർബൺ ആറ്റം ഈസ് കാൾഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കും. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ ഒരു AMU എന്ന് പറയുന്നതിനെ നമ്മൾ 1U എന്നും വിളിക്കാറുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ആണേ, അല്ല സ്മാൾ ലെറ്റർ ആണേ. 1U എന്നും വിളിക്കാറുണ്ട്. അത് ഏകദേശം 1.66 into 10⁻⁻27 കിലോഗ്രാം ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏറ്റവും ഈ ഒരാളെ കുറിച്ച് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി സ്മാൾ മാസ് എന്നറിയപ്പെടുന്നത് ഒറ്റൊരെണ്ണേ ഉള്ളൂ, അറ്റോമിക് മാസ് യൂണിറ്റ് AMU. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.66 into 10⁻⁻27 കിലോഗ്രാം ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? യെസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടൈമിന്റെ നമ്മൾ പറയുന്നില്ല. ടൈമിന്റെ യൂണിറ്റുകൾ എന്നറിയപ്പെടുന്നത് നമുക്ക് വലുതോ ചെറുതോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കോമൺ ആയിട്ട് നമ്മൾ സെക്കൻഡ് ഉണ്ട്, മിനിറ്റ് ഉണ്ട്, മണിക്കൂറുണ്ട്, വീക്ക് ഉണ്ട്, ഇയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂണാർ മന്ത്, സോളാർ ഡേ, ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം എന്തിന്റെ യൂണിറ്റാ? നമ്മുടെ ടൈമിന്റെ യൂണിറ്റാ. സോ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് മാസും ലെങ്തുമാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്.
ഇത്രയും പഠിപ്പിച്ചെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവാം. ഇതിന് ഉത്തരം ഒന്ന് തരണം നിങ്ങൾ. ക്വസ്റ്റ്യൻ തരട്ടെ? ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ലൈറ്റ് ഇയർ are there in 1 meter? എൻസിആർ ടെക്സ്റ്റിലെ പുറമെ കിടക്കുന്ന പ്രോബ്ലം ആയത്. There in 1 meter. ആർക്കെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, വേറെ ഹാൻഡ് റൈറ്റിങ്ങിലോട്ട് ഞാൻ എഴുതാം. ഹൗ മെനി ലൈറ്റ് ഇയേഴ്സ് ആർ ദർ ഇൻ 1 meter? ഒരു മീറ്ററിൽ എത്ര ലൈറ്റ് ഇയർ ഉണ്ട്? പറയാവോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എട്ടാ? അങ്ങനെ എങ്ങനെ 8 വന്നു കൃഷ്ണ? 8 എവിടുന്ന് കിട്ടി കൃഷ്ണ? കൃഷ്ണ തീർത്ത 8 എങ്ങനെ കിട്ടിയ ആൻസർ? അത് തെറ്റാ. കൃഷ്ണ എന്ന മൈക്ക് ഓൺ ചെയ്തേ. ഒരു ലൈറ്റ് ഇയർ എത്ര മീറ്ററാ കൃഷ്ണ? പോയോ ആള്? ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 into 10⁻50 മീറ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഒരു മീറ്റർ എന്ന് പറയുന്നതിനകത്ത് എത്ര ലൈറ്റ് ഇയേഴ്സ് ഉണ്ട്, അതാണ് ചോദിക്കേണ്ടത്. സോ ഇവിടെ ഒരു 1 മീറ്റർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 9.46 ഇപ്പുറത്തോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം 1 മീറ്റർ എന്ന് പറയുന്നത് 1 ലൈറ്റ് ഇയർ ഡിവൈഡഡ് ബൈ 9.46 into 10⁻50 ആണ്. 1 ഡിവൈഡഡ് ബൈ 9.46 into 10⁻50. ഇതിനെ 1 ഡിവൈഡഡ് ബൈ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ ഒരു 10 ഡിവൈഡഡ് ബൈ വരും. 1.057 into 10⁻16 ലൈറ്റ് ഇയർ എന്ന് ആൻസർ കിട്ടും. ഇതാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു മീറ്ററിനകത്ത് 1.057 into 10⁻16 ലൈറ്റ് ഇയർ. ഈ ഒരു ഇക്വേഷൻ 1 ലൈറ്റ് ഇയർ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നതിനകത്ത് ഒരു മീറ്റർ എന്ന് പറയുന്നതിനകത്ത് ഇത്രയും ലൈറ്റ് ഇയേഴ്സ് ഉണ്ട്. കൃഷ്ണ ക്ലിയർ ആണോ ഇപ്പം? ക്ലിയർ ആണോ മക്കളെ? ആരും ഇല്ലയോ ഇവിടെ? യെസ് സർ. യെസ്. എന്നാ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്തൊരെണ്ണം തരാൻ പോവുകയാണ്. പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ തന്നെടുത്തു. കാൽക്കുലേറ്റർ ഉണ്ടവർ പെട്ടെന്ന് യൂസ് ചെയ്യാം, ഇല്ലാത്തവർ അല്ലാതെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽക്കുലേറ്റ് the number of astronomical unit in 1 meter. Units in 1 meter. That's the question. Calculate the number of astronomical units in 1 meter. Calculate the number of astronomical unit in 1 meter. Simple ആണ്. കാരണം ഇവിടെ 1 astronomical unit എന്ന് പറയുന്നത് 1.5 into 10⁻11 മീറ്റർ ആണ്. സോ ഇതിൽ നിന്ന് 1 മീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
1 divided by 1.5 into 10 raised to 11 astronomical unit. സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 6.67 into 10 raised to -12 AU എന്ന് കിട്ടും. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതുകൂടെ ഞാൻ ചോദിക്കട്ടെ. ഈ ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് അറിയുമോ? എനി ഐഡിയ? ഇതിനെ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ. അത് ഞാൻ അതിപ്പോ ചോദിച്ചത് കാര്യമായി, അത് ഞാൻ വിട്ടുപോയി. അപ്പൊ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നിങ്ങൾ 1 divided by 1.5 ഒന്ന് മാറ്റുക. അതിനുശേഷം 10 to the power ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളെ നമ്മൾ മേളിലോട്ട് അങ്ങ് കൊണ്ടുപോകുക. അപ്പൊ 10 raised to അത് എത്ര ആവും? അത് -11 എന്നാവും. കാരണം ഇവിടെ താഴെ ഇരിക്കുമ്പോൾ അതിന്റെ പവർ പ്ലസ് ആണ്, മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താവും? മൈനസ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ഡിവൈഡഡ് ബൈ 1.5 ചെയ്യണം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും, കാരണം ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ മേളിൽ 10 ഡിവൈഡഡ് ബൈ ആര് വരും? 15 into 10 raised to -11 എന്ന് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോർമൽ കാൽക്കുലേഷൻ 10 divided by 50 ചെയ്യുക. അപ്പോൾ കിട്ടും ആൻസർ 0.6666 into 10 raised to -11 എന്ന് കിട്ടും. സോ ഇങ്ങനെ വായിക്കാനൊരു നമുക്കൊരു ഭംഗിക്കുറവുള്ളത് കൊണ്ട് ഒരു പോയിന്റ് ഇപ്പുറത്തോട്ട് മാറ്റി ഞാൻ 6.66 into അല്ലെങ്കിൽ 10 raised to ഒരു സ്ഥാനം മാറ്റിയോണ്ട് -12 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എല്ലായിടത്തും ഇങ്ങനെ തൊട്ട് മേള് നമ്മൾ ചെയ്തപ്പോ ഇവിടെ 1.46 എന്ന് പറയുമ്പോൾ 2 സ്ഥാനമുള്ളത് കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അതേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആണോ ഇത്? യെസ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഹൗ മെനി parsec are there in 1 light year? ഒരു ലൈറ്റ് ഇയറിനകത്ത് എത്ര പാർസെക് ഉണ്ട്? Sorry, how many parsec are in 1 meter? ഇതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഒരാളത് സ്റ്റെപ്പ് പറഞ്ഞാൽ മതി. എന്റെ ലാസ്റ്റ് മെസ്സേജ് അയക്കുന്ന അർച്ചന, എന്റെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേന്ന്. അർച്ചന, എന്താണ് ഇതിന്റെ സ്റ്റെപ്പ്? നമ്മൾ തൊട്ട് മേലെ എഴുതിയ പോലെ ഇതിന്റെ സ്റ്റെപ്പ് വരാം. എവിടുന്ന് തുടങ്ങും? 1 പാർസെക്കിന്റെ വാല്യൂ എന്നാ തുടങ്ങുന്നത്. ആ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്ക്. എന്താ 1 പാർസെക്കൻഡ് എന്ന് പറയുന്നത്? എത്ര മീറ്ററാ? 3.08 into 10 raised to 6 meter. ഇതിൽ നിന്ന് 1 മീറ്റർ എന്ന് പറയുമ്പോ എങ്ങനെ കിട്ടും? 1 meter equal to 1 divided by 1 by 3.28 into 10 raised to 08 into 10 raised to 16 എന്ത് വരും ഇവിടെ? പാർസെക് ഉണ്ട്. ഇതെങ്ങനെ? നേരത്തെ കൂട്ട് മേളത്തെ സ്റ്റെപ്പ് പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടെ
1 divided by 3.08 into 10 raised to minus 60 parsec 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ഡിവൈഡഡ് ബൈ 308 into 10 raised to minus 60 parsec 100 divided by ഇത് ചെയ്യുമ്പോൾ 0.324 എന്ന് കിട്ടും 0.324 into 10 raised to minus 60 parsec എന്ന് കിട്ടും. That is 3.24 into 10 raised to minus 17 parsec എന്ന് എഴുതാം. ഇവിടെ കൊണ്ട് നിർത്തിയാൽ നോ പ്രോബ്ലം. Yes, 3.24 into 10 raised to minus 17. Is it clear? Clear. നോട്ട് ചെയ്തോളൂ, പെട്ടെന്ന് നോട്ട് ചെയ്യും. എഴുതിയോ മക്കളെ? സോ എഴുതിയെങ്കിൽ ഒറ്റ ഒരു ചെറിയൊരു ടോപ്പിക്കിന്റെ ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് തുടങ്ങി വെക്കാം. തുടങ്ങട്ടെ? sir. ഈ പറഞ്ഞതിനകത്ത് ഈ ലെങ്തിന്റെയും മാസിന്റെയും ഈ പറഞ്ഞ ഈ കൺവേർഷൻസിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ശരി, എന്നാൽ എല്ലാവരും അടുത്ത ഹെഡിങ് എഴുത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കുക. ചോദിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ആവശ്യക്കാരൻ നിങ്ങളാണ്, ഞാനല്ല. നിങ്ങൾക്ക് വേണ്ടത് അറിഞ്ഞ് ഞാൻ തരുന്നു. പക്ഷെ അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ, അതിൽ ഇനിയും ആവശ്യകത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. സോ അതിനകത്ത് നിങ്ങൾ മടിയൊന്നും കാണിക്കരുത്. കാരണം ഇപ്പൊ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചപ്പോ അത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ആ ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് കഴുകി ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ കളർ മൊത്തം പോയി. ഞാൻ ആ ഷർട്ട് മേടിക്കാൻ 800 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 800 രൂപയ്ക്ക് വാല്യൂ ഉണ്ട്, വിലയുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഞാൻ ആ കടക്കാരനോട് പോയി ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാൽ എനിക്കിത് മാറ്റി തന്നേ പറ്റൂ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എടുത്തത്, ഇന്നത്തെ കളർ പോത്തില്ല എന്ന് പറഞ്ഞ് കളയുമ്പോൾ ഞാൻ അവിടെ സംസാരിക്കും. സോ അതിനുള്ള റൈറ്റ്സ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക. നമ്മുടെ ക്ലാസ് റൂം, അത് ആരുടെ ക്ലാസ് റൂം ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് പഠിതാക്കളായ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം അവിടെ സംസാരിക്കുക. ദാറ്റ് മീൻസ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചെവി കടിച്ചു പിടിച്ച് സംസാരിക്കാനല്ല പറയുന്നത്. നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോൺവെർസേഷൻ ചെയ്യുക, അതുമായി ഡിസ്കഷൻ നടത്തുക, അതിൽ നിന്ന് സംശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് പല കണ്ടുപിടുത്തങ്ങളും വന്നത് ചെറിയ ചെറിയ സംശയങ്ങളിൽ നിന്നാണ്. അതറിയുമോ? ചെറിയ സംശയങ്ങളിൽ നിന്നാണ്. ഇപ്പം ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ചെറിയൊരു സംശയത്തിൽ നിന്നാണ് ഗ്രാവിറ്റി ഫോം ചെയ്തത്. എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോകുന്നതിന് പകരം അത് താഴേട്ട് വന്നു എന്നൊരു സംശയം അവിടെ ഉടലെടുത്തു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പല ന്യൂട്ടന്മാരും ചില ഐൻസ്റ്റീന്മാരൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് ഡൗട്ടുകൾ ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ ആ സാധനങ്ങൾ ഒന്നുകൂടെ എന്താണ് പറഞ്ഞു തരുമോ സാറേ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അത് ആരുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും. കാരണം എനിക്കൊന്നും ഇല്ലാതായി പോയൊരു കാര്യമാണ്, പിന്നീട് ഞങ്ങളത് ഡെവലപ്പ് ചെയ്തെടുത്തതാ.
കാരണം നമ്മളെല്ലാം ക്ലാസ്സിലെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു മൂലയ്ക്ക് കേട്ടി അത് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബുക്കിനകത്ത് ആ നോട്ട് കാണും, പക്ഷെ എനിക്കത് അറിയത്തില്ലായിരിക്കും. അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നു അതെന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ പോകാൻ. ക്ലിയർ ആണോ പറഞ്ഞത്? ആരതി, അർച്ചന? Clear, sir. ശരി, എന്നാ ഹെഡിങ് എഴുതിക്കേ. മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്ന് ഹെഡിങ് എഴുതുക. മെഷർമെന്റ് ഓഫ് ലെങ്ത്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഹെഡിങ് എഴുതിയിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ലെങ്ത് എന്ന് പറയുന്ന ഈ അളവ് എങ്ങനെയാ നമ്മൾ മെഷർ ചെയ്യുന്നത്? ലെങ്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളുടെ പേനയുടെ നീളം, നിങ്ങളുടെ ബുക്കിന്റെ നീളം, നിങ്ങളുടെ വീടിന്റെ നീളം, നിങ്ങളുടെ റോഡിന്റെ നീളം, നിങ്ങളുടെ ഹൈറ്റ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. എന്ത് ചെയ്യും ആരതി? സാധാരണ ലെങ്ത് മെഷർ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ പേനയുടെ നീളം അളക്കാൻ പറഞ്ഞാൽ ആരതി എന്ത് ചെയ്യും? സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യും. എന്നാ ഞാൻ ആരതിയോട് ചോദിക്കുക, ആരതി, സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്കെയിൽ തന്നപ്പോ അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെങ്ങനെ മെഷർ ചെയ്യുന്നേ? അറിയില്ല. അപ്പൊ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. നിങ്ങൾ കേട്ടോണേ, ആരും നോട്ട് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും, രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡും. എന്താ ഈ ലെങ്ത് എന്ന് വെച്ചാ അതിന് ആദ്യം ഉത്തരം എന്താ? വാട്ട് ഈസ് ലെങ്ത്? നിങ്ങൾക്ക് ആരുടെടുത്തെങ്കിലും നിങ്ങൾ ഒരാളടുത്ത് ചോദിക്കുക വാട്ട് ഈസ് ലെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇട്ടു, ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഇട്ടു. ഇത് എവിടെ വേണേലും ആവാം, സ്പേസിലാവാം, ഒരു ടേബിളിന്റെ മേളിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. സോ ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലെങ്ത് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ഇൻ സ്പേസ് എന്നാ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്പേസിലെയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കാം. എന്റെ എന്റെ ടേബിള്. സോ ഈ ടേബിൾ തറയിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഈ ടേബിളിന്റെ ഹൈറ്റ് എത്ര? അപ്പൊ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ടേബിളിന്റെ ഈ പോയിന്റ് വരെയുള്ള അളവിനെയാണ് അവിടുത്തെ ലെങ്ത് എന്ന് വിളിക്കുന്നത്. സോ ആ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹൈറ്റ് കിട്ടും. സോ നമ്മൾ എന്താണ് ഈ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലെങ്തിന്റെ, അഥവാ ഏറ്റവും കുറഞ്ഞ ലെങ്തിന്റെ അളവുകളായിട്ടുള്ള പേന, പെൻസിൽ, ചെറിയ നടക്കുന്ന ദൂരം, വീടിൻ്റെത്, കിണറിന്റെ ആഴം, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മെഷർ ചെയ്തെടുക്കാൻ കഴിയും. അത് ചിലപ്പോൾ നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ മീറ്റർ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മീറ്റർ സ്കെയിൽ മാത്രമല്ല, ഇനി നിങ്ങൾ +1 ലാബിലോട്ട് കയറുമ്പോൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കാണും. കേട്ടിട്ടുണ്ടോ വെർനിയർ സ്കെയില്? വെർനിയർ സ്കെയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഈ കാണിക്കുന്ന ഡിവൈസ് ആണ് വെർനിയർ കാലിപ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. നിങ്ങളിത് നേരിട്ട് നിങ്ങൾ മെഷർമെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കും. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ചോദിച്ചാൽ ആക്യുറേറ്റ് മെഷർമെന്റുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണിത്. നമ്മളിപ്പോ ഒരു സ്പിയർ, ഒരു ഗോലി, ഒരു സ്പിയർ, നിങ്ങളുടെ പേന, ഇവയുടെയൊക്കെ ഡയമീറ്റർ, റേഡിയസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ വെർനിയർ കാലിപ്പേഴ്സ് ഇങ്ങനെയാണ് നമ്മളിത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കോയിൻ എടുക്കുകയാണെങ്കിൽ ആ കോയിനിന്റെ എന്ത് മെഷർ ചെയ്യാം? ഡയമീറ്റർ മെഷർ ചെയ്യാം. ഇങ്ങനൊരു സിലിണ്ടർ എടുക്കുകയാണെങ്കിലോ, സ്പിയർ എടുക്കുകയാണെങ്കിലോ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം ഡയമീറ്റർ നമ്മൾ സാധാരണ സ്കെയിൽ കൊണ്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല, ആക്യുറേറ്റഡ് ആയിരിക്കത്തില്ല. സോ ആക്യുറേറ്റ് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വെർനിയർ എന്ന് പറയുന്നതും അടുത്തൊരെണ്ണമാണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നതും. ഇത് നമ്മൾ ലാബിൽ ചെയ്യേണ്ട എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നതാണ്. ഇതാണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്.
ഈ സ്ക്രൂ ഗേജ് ഇതാണ് ഇതുപോലത്തെ ഒരു ചെറിയ വയറുകൾ. ഇതാണ്ട് ഇത് നോക്ക്, ഈ ചെറിയ വയറിൻ വെച്ചിട്ട് ഇതിന്റെ ഡയമീറ്റർ റേഡിയസ് മെഷർ ചെയ്യുന്നത് ഇവിടെ. ഇത് നമ്മുടെ സാധാ സ്കെയിലോട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാ ഈ ഫിഗർ നോക്ക്, ഒരു ആണി എടുത്തിട്ട് ആണിയുടെ ഡയമീറ്ററോ റേഡിയസോ മെഷർ ചെയ്യാനുള്ളതാണ്. നമ്മൾ സാധാ സ്കെയിലുകൾ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്, അക്യുറേറ്റ് മെഷർമെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നതും നമ്മുടെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നതും. സോ ഇത് ഈ മീറ്റർ സ്കെയിൽ കൊണ്ട്, വെർനിയർ സ്കെയിൽ കൊണ്ട്, സ്ക്രൂ ഗേജ് കൊണ്ട്, ടേപ്പ് കൊണ്ട്, ടേപ്പ് എന്ന് വെച്ചാൽ പാട്ട് വെക്കുന്ന ടേപ്പല്ല, അളക്കുന്ന ടേപ്പ് അറിയത്തില്ല, ടേപ്പ് തുണിയൊക്കെ അളക്കുന്നത്, അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പമാണ് മീറ്റർ സ്കെയിലൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യുന്നത്. എന്നാൽ ചില മെഷർമെന്റുകൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമ്മുടെ എർത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് കണ്ടെത്താൻ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ്, നമുക്കൊരു സ്കെയിലോ മീറ്റർ സ്കെയിലോ കൊണ്ടൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെഷർമെന്റ് ഓഫ് ലെങ്തിന്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡില് 2 മെത്തേഡ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഞാൻ 2ൽ കൂടുതലായിട്ട് ഒരെണ്ണം കൂടെ പറഞ്ഞു തരും. സോ അത് നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ടൊന്ന് പഠിക്കണം. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്നത്തെ പറഞ്ഞ ക്ലാസ്സിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഏകദേശം 10-30 പേര് ഇതിനകത്തുണ്ട്. അതല്ല, കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരാരും എന്തെന്ന് മിണ്ടാത്തെ? ഗൂഗിൾ മീറ്റ് ആയിരുന്നു. സൂം അവിടെ, സൂം. ക്ലിയർ. എന്ത് നമ്മൾ എഴുതിയത് ക്ലിയർ ആക്കിയെന്നാണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? സഫ, റേഹ, നിദ, ഫെബിൻ, നജ, മിൻഹ, ലിയാന, ജിലിന, അജിൽന, എല്ലാവരുടെയും ഓക്കെ. ക്ലിയർ അല്ലെന്നാണോ പറയുന്നത്? നോ ഇട്ടേക്കുന്നു. ക്ലിയർ. ഓക്കെ, ശരി. ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് എടുക്കാം. ഓക്കെ ആണോ? പഠിച്ചിട്ട് വരണം, ഇത് വായിച്ച് പഠിച്ചിട്ട് വേണം എന്റെ ക്ലാസ്സിൽ വരാൻ. ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്നവർക്ക് ക്യാമറ ഓൺ ആക്കി ഞാൻ ചോദ്യം ചോദിക്കും. ഓക്കെ, പഠിച്ചിട്ട് വേണം വരാൻ കേട്ടോ. എഴുതി പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. സാറേ, സാർ ഇവിടെ ഇല്ലയോ? ഓക്കെ, എഴുതി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ കാണാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. വെൽക്കം. മാളവിക, ആരതി, ഫാത്തിമ, ക്ലാസ് കഴിഞ്ഞു. ഫാത്തിമ, നസ്വ,